എൻ്റെ പേര് ജേക്ക് എന്നാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ഒരു മഴയുള്ള ദിവസം രാത്രി ഞാൻ സിമിത്തേരി വഴി കൂടെ ആയിരുന്നു വന്നത്. ഞാൻ എൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ സിമിത്തേരി വഴി കൂടെ ഞാൻ നടന്നു വരികയായിരുന്നു. അവിടെ അങ്ങനെ പേടിപ്പെടുത്തുന്ന സിമിത്തേരി ഒന്നും അല്ലായിരുന്നു. അവിടെ എപ്പോഴും തിരക്കാണ്. അവിടെ എപ്പോഴും മെയിൻ്റെനൻസ് സംഭവിച്ചില്ല കാണും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ അതുവഴി കൂടെയാണ് നടന്നു വന്നത്. എൻ്റെ വീട്ടിൻ്റെ ഷോർട്ട് കട്ട് അതുവഴി കൂടെ കയറാൻ പറ്റും. ഞാനാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടപ്പോൾ അവിടെ 3 ജോലിക്കാരൊന്ന് ബെഞ്ചിലിരുന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. എന്നാൽ അതിലിരുന്ന് ഒരാൾ എന്നെ പിന്തുടരാൻ തുടങ്ങി. ഞാനാണെങ്കിൽ അയാളെ ശ്രദ്ധിച്ചതും ഇല്ലായിരുന്നു അവരാരെ. ഞാൻ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അയാൾ പെട്ടെന്ന് തലേന്ന് കുതിച്ചു കളഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളുടെ നെഞ്ചിലുള്ള ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഡീപ് ടാഗ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പോരാത്തിന് അയാളുടെ താടി ശ്രദ്ധിച്ചായിരുന്നു. നരച്ച താടിയല്ല, നെഞ്ചിലുള്ള ഡീപ് ടാഗ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതിൽ ഫ്രാൻസി എന്നാണ് എഴുതിയിരുന്നത്. ബാക്കിയുള്ള എല്ലാ ജോലിക്കാരും എൻ്റെ കൺവെർട്ടറിൽ നിന്ന് മറിഞ്ഞു തുടങ്ങിയില്ല. പക്ഷേ ഇയാൾ മാത്രം തന്നെയാണ് എന്നെ വെറുതെ ഇങ്ങനെ പിന്തുടരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാ ജോലിക്കാരും എൻ്റെ അടുത്തുനിന്ന് പോകാൻ തുടങ്ങി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അയാൾ എൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ ശരിക്കും കേട്ടില്ല. ഈ മഴയായതുകൊണ്ടേ ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഞാൻ ഈ സിമിത്തേരിക്ക് പുറത്തിറങ്ങിയിട്ട് തന്നെയാണ് ഇയാൾ എന്നെ വെറുതെ പിന്തുടരുന്നത് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ വല്ലതായിരിക്കും താമസിക്കുന്നത്. അങ്ങനെ എൻ്റെ വീടെത്താറായപ്പോഴത്തേക്ക് മഴ വീണ്ടും ശക്തമായി. ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ വീട് ലക്ഷ്യമാക്കി പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അയാൾ ദേഷ്യത്തിൽ കുടയെല്ലാം വലിച്ചെടുത്ത് എറിഞ്ഞിട്ട് അയാൾ എന്നെ ലക്ഷ്യമാക്കി ഓടി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ കുട വലിച്ചെടുത്ത് എറിഞ്ഞ് ഞാനും ഒന്ന് ഇറങ്ങി ഓടി. പെട്ടെന്ന് തന്നെ ഞാൻ ക്രോസ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ബാഗിൽ നിന്ന് താക്കോലെടുത്ത് വീട് തുറന്ന് അകത്ത് കയറി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഞാൻ കാണുന്ന അയാൾ അപ്പുറത്തെ റോഡിൽ നിന്ന് മഴയത്ത് നിന്ന് ദേഷ്യത്തിൽ എന്നെ നോക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി എൻ്റെ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ ഞാൻ നോക്കി. പക്ഷേ പോലീസിനെ വിളിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് ആ ജനലിൻ്റെ വെളിയിൽ നോക്കിയപ്പോൾ അയാൾ കാണാനില്ല. അയാൾ കടന്നു കളഞ്ഞു. എൻ്റെ അമ്മയുടെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അമ്മയാണെങ്കിൽ അതൊന്നും വിശ്വസിച്ചില്ല. ഞാൻ ഈ രാത്രി കിടന്നപ്പോൾ ഈ അനുഭവം കാരണം എനിക്ക് ഉറക്കം വന്നില്ല. ഈ വെളിയിലുള്ള വെളിച്ചങ്ങളെല്ലാം എനിക്ക് കാണാൻ പറ്റുമായിരുന്നു ജനലിൻ്റെ വഴി കൂടെ. എൻ്റെ ഹോൾ റൂമിൻ്റെ അടുത്തായിരുന്നു എൻ്റെ റൂം. ഞാൻ അങ്ങനെ പെട്ടെന്നൊരു നിഴൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു മനുഷ്യൻ്റെ നിഴലായിരുന്നു. പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ എന്തോ ഡൗട്ട് തോന്നി ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒന്നും കണ്ടില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ഡോറിലേക്ക് നോക്കി. ഹോളിലെ ഡോറിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോയൊരു കാറിൻ്റെ വെളിച്ചത്തിൽ ഫ്രാൻപിയുടെ ഒരു ഭയാനകമായിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അത് കണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് ഓടി. ഞാൻ പെട്ടെന്ന് ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട് ഞാൻ പേടിച്ച് അതിൻ്റെ അകത്തിരുന്നു. ആ പിറ്റേ ദിവസം ആ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ പിന്നെ ഇയാളെ കണ്ടിട്ടേ ഇല്ല. ആരായിരുന്നു ഈ ഫ്രാൻസി? എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്നൊന്നും എനിക്കറിയത്തില്ല. അയാളെ ഏതായാലും ഇനി കാണാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.